ഇല്ല അമ്മ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നാളത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞു വെക്കണം. അതുകൊണ്ടാണ്. അച്ഛൻ ചെയ്തോളാന്ന്. ഉറപ്പാണോ? പിന്നല്ലാതെ പോ. എടീ നീ ഇങ്ങോട്ട് വാ. എടി ഇങ്ങോട്ട് വരാ. എടി കാര്യമുണ്ടെന്ന്. എന്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എടി ലച്ചു ഛർദിച്ചെന്ന്. അയ്യോ എടി എനിക്ക് ഗർഭമുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങക്കാ? എടി എനിക്കല്ല, അവക്ക് തോന്നണല്ല. ഉണ്ട് ഉറപ്പ്. പച്ചമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, പഴുത്ത മാങ്ങ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ പോവാ അല്ലേ? ഇപ്പൊ രാത്രി എങ്ങനെ ഞാൻ ഛർദിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഇറങ്ങാതെ പതുക്കെ ഇറങ്ങ്. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇറങ്ങി. എനിക്കറിയാം കുഴപ്പമില്ല. അല്ല നീ ഫ്രണ്ടിൽ കയറി, ബാക്കിൽ നിന്ന് നന്നായിട്ട് കുലുങ്ങും. ഞാൻ ഒരു കാര്യത്തിൽ വിളിച്ചാണ്. ചിലപ്പോൾ നാളെ ഒരു ചെലവ് കാണും. നമ്മളെ വീട്ടിലൊരു സന്തോഷ ഒരു കാര്യം സംഭവം നടക്കാൻ പോണം. മോക്ക് വിളി, പടവലത്ത് വിളി, പിന്നെ നമ്മളെ പരിപാടി വിളിച്ച് പറ. ഇന്ന് വിളിച്ചു പറയാൻ ഇവൾക്ക് വയറിളൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു. അതാ ചിക്കൻ 65 ചതിച്ചതാ. എന്തായാലും 2 വർഷം കഴിയും അവർക്ക് പിള്ളേരുണ്ടാവാൻ. അതുപോലെ നമ്മൾ ഇങ്ങനെ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. എന്ത് ചെയ്യാനാണ് ഇപ്പൊ? ഞാൻ പറഞ്ഞതേ, നമ്മളൊന്ന് ശ്രമിച്ച. അയ്യേ പോകളാ.